ഈ വിശാഖ് നായർ എന്നുള്ളതിലേക്ക് എവിടെയെങ്കിലും ഈ സിനിമയുമായി ബന്ധപ്പെട്ടത് മാറ്റണം, അല്ലെങ്കിൽ എത്തരത്തിലെങ്കിലും വിമർശനങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ശരിക്കും? അത് ടു ബി വെരി ഓണസ്റ്റ് വിത്ത് യു, ഞാൻ ഇത് സിനിമയിലേക്ക് വന്നപ്പോൾ 2016 വന്നിട്ട് ആനന്ദത്തിൻ്റെ കൺട്രോളറാണ് എന്നോട് ആദ്യം ചോദിക്കുന്നത്, ഓക്കെ. ഈ സ്ക്രീൻ നെയിം എന്തായിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ പാസ്പോർട്ടിലുള്ള പേരാണ് വിശാഖ് ബാലേന്ദ്രൻ നായർ. ഓക്കെ. അപ്പോൾ വിശാഖ് ബാലേന്ദ്രൻ ഒരു ഗുമ്മില്ല. ഓക്കെ, വിശാഖ് വെറുതെ ഇട്ടാൽ ഒരു എന്നാൽ പിന്നെ വിശാഖ് നായർന്ന് ഇട്ടോ. ഓക്കെ. അന്ന് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ആംഗിളിനെ കുറിച്ചൊന്നും എൻ്റെ പ്രശ്നമല്ല, എൻ്റെ പക്വതയില്ലായ്മയായിരിക്കാം, എൻ്റെ അന്നത്തെ ഒരു എന്താ പറയുക ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം. അന്ന് അതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ചില്ല. ഓക്കെ. പിന്നെയാണ് ഇപ്പോൾ താൻ പറഞ്ഞ പോലത്തെ ഈ ഇഷ്യൂസിനെ കുറിച്ചും ഇങ്ങനത്തെ ഡിസ്കഷൻസിനെ കുറിച്ചൊക്കെ വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ദിസ് ദ ഫസ്റ്റ് ടൈം എനിവൺസ് ആസ്ക്ഡ് മീ ദിസ് ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ക്വസ്റ്റിന് വേണ്ടി ഞാൻ കുറേ വർഷങ്ങളായിട്ട് എന്തെങ്കിലും ചോദ്യം ഫേസ് ചെയ്യേണ്ടി വരും, ബിക്കോസ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് ഐ മീൻ ഞാനായിട്ട് എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ച് ഞാൻ ആലോചിച്ചുണ്ടാക്കിയൊരു ഉത്തരവല്ല. എനിക്ക് എൻ്റെ കുറേ നല്ല സുഹൃത്തുക്കളുണ്ട് ഹു ആർ വെരി വെൽ എഡ്യൂക്കേറ്റഡ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് കാസ്റ്റ് സ്റ്റഡീസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ക്യാൻസൽ കൾച്ചർ അല്ലെങ്കിൽ വോക്ക് കൾച്ചർ എന്നുള്ള സാധനം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ പേരിൽ നിന്ന് നായർ എന്നുള്ള സാധനം എടുത്ത് മാറ്റിയെന്ന് വെച്ചോ, പക്ഷെ ഞാൻ ലോകത്തെ ഏറ്റവും വലിയ കാസ്റ്റിസ്റ്റ് നാറിയാണെങ്കിൽ ഡസൻറ്റ് മേക്ക് എ ഡിഫറൻസ്. പേരിലെ മാറ്റത്തിലൊന്നും ഒരു വ്യത്യാസമില്ലല്ലോ. ഇപ്പോൾ എൻ്റെ നായർ എന്നുള്ളത് മാറ്റിയിട്ട് എൻ്റെ തറവാടിൻ്റെ പേര് അവിടെ ഇട്ടാൽ ആൾക്കാർ ദേ നോട്ട് സ്റ്റുപ്പിഡ്, നോ, ദേ വിൽ അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? അപ്പോൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ ബിഹേവിയറിലൂടെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇറ്റ്സ് ഓൾസോ എൻ്റെ മറ്റേ വശമുണ്ട്. ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഒരു ഹെറിറ്റേജ് ആണുള്ളത്. നമുക്കൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ ജസ്റ്റ് ബിക്കോസ് ഐ എം സ്കേർഡ് ഓഫ് ഗെറ്റിംഗ് ക്യാൻസൽഡ് നമ്മൾ അതിനോട് നോ പറയാന്നുള്ളത് ഇറ്റ്സ് ഒരു തരം ഒളിച്ചോട്ടമാണ്. കാരണം ഐ തിങ്ക് അതിൻ്റെ എല്ലാ ഗുഡ് ആൻഡ് ദ ബാഡ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്കൊരു ഞാൻ എന്താണ്, ഞാൻ ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇപ്പോൾ പെട്ടെന്ന് മുളച്ചു വന്നൊരു സാധനമല്ലല്ലോ. വി ഹാവ് ആൻസെസ്റ്റേഴ്സ്, വി ഹാവ് ഓൾ ഓഫ് ദാറ്റ്. അവർ കുറേ ഹൊറബിൾ തിങ്സ് ചെയ്തിട്ടുണ്ട്. കേരളം ഒരു ഭ്രാന്താലയം അന്ന് പണ്ട് സ്വാമി വിവേകാനന്ദ പറയാൻ കാരണവും കാസ്റ്റ് സിസ്റ്റം കാരണമായിരുന്നു. ഇൻഫാക്ട് ഇന്ത്യയിലത്തെ വൺ ഓഫ് ദി വേർസ്റ്റ് സിറ്റുവേഷൻസ് നമ്മുടെ സ്റ്റേറ്റിലായിരുന്നു. പക്ഷെ അതിന് കൂടെ തന്നെ ദർ ഈസ് സം പോസിറ്റീവ് തിങ്സ് ഓൾസോ അല്ലേ, ഇൻ ടേംസ് ഓഫ് ആ ഒരു ഹിസ്റ്ററി ആൻഡ് ദാറ്റ് ഹെറിറ്റേജ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ശരിക്കും അൺനെസസറി ആയിട്ട് തന്നെയാണോ തോന്നുന്നത്? അൺനെസസറി അല്ല, ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഈ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇന്നത്തെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എത്ര അതില്ല എന്ന് നമ്മൾ മോഡേൺ ആയി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എസ്പെഷ്യലി നമ്മൾ കേരളം വിട്ടാൽ ഇറ്റ്സ് ഈവൻ മോർ സ്ട്രോങ്കർ. ഭയങ്കര ഒരു നാസ്റ്റി വേയിലാണ് അത് വരിക. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഭയങ്കര എന്താ പറയുക, ഫേസ് വാല്യൂ ഇല്ലല്ലോ, കുറച്ച് ഒരു അണ്ടർ ദ ടേബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആൾക്കാരെ ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു വിഷയം സൊസൈറ്റിയിലുള്ളത്. പക്ഷെ പുറത്ത് ഇറ്റ്സ് വെരി അപ്പാരൻറ്റ് ഓൾസോ, യുനോ. അപ്പോൾ അങ്ങനെ ഒരു സർനെയിം ഉള്ളത് കൊണ്ട് ഞാൻ ഭയങ്കര എന്താ പറയുക, ഐ ആം ബെറ്റർ ദൻ യു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല. യുനോ, ഇറ്റ് ഈസ് മൈ നെയിം, ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. എന്താ പറയുക, എ സിമ്പിൾ ഓഫ് വേർ ഐ കം ഫ്രം. അതേ സമയത്ത് അതിൻ്റെ ഒരു ഗുഡും ബാഡും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അതിലുള്ളത്. അതെടുത്ത് മാറ്റിയത് കൊണ്ട് തിരിച്ചറിവിൽ നല്ല ബോധ്യമുണ്ട്. അത് എടുത്ത് മാറ്റിയത് കൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ദ റൈറ്റ് വേ. കാരണം ഞാൻ ഈ ക്യാൻസൽ കൾച്ചറിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഈ വോക്ക് കൾച്ചറിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഐ ബിലീവ് ദറ്റ് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി വാട്ട് എവർ ഇറ്റ് ഇസ്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ്. ആൻഡ് നമ്മുടെ ഫോർഫാദേഴ്സ് ചെയ്ത് കൂട്ടിയ പാപങ്ങൾ ഇനി വരാണ്ടിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കണം. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് പ്രായം കൂടിയ ഇപ്പോൾ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ആ ജനറേഷൻ ഉണ്ടല്ലോ, അവരുടെ ആൾക്കാരുടെ ഉള്ളിൽ ആ ജനറേഷനിലുള്ള ആൾക്കാരുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ഇമോഷൻ ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ വീട്ടിലങ്ങനെ അവരങ്ങനത്തെ തോന്നിയ ദിവസം വിളിച്ച് പറയുമ്പോൾ നമ്മൾ അവരവിടെ സ്റ്റോപ്പ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഫ്രം മൈ ഓൺ ഹോം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ എനിക്ക് നാട് നന്നാക്കാൻ പറ്റില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് പീപ്പിൾ ക്ലോസ് ടു മീ ഹു വിൽ ലിസൺ ടു മീ എനിക്ക് പറയാൻ പറ്റില്ല. അതങ്ങനെ ഇപ്പോൾ പാടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പറ്റും. ഒരു നിഷ്പക്ഷത അല്ലേ, അല്ല, ഇറ്റ്സ് ഐ ഡോണ്ട് തിങ്ക് എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു പക്ഷം തന്നെയുണ്ട്. ഐ തിങ്ക് ദിസ് ഒബ്വിയസ്ലി ഇപ്പോൾ കാസ്റ്റ് സിസ്റ്റം ഇറ്റ്സ് അബ്സല്യൂട്ട് നോൺസെൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ട് വേണ്ട ആൾക്കാർക്ക് മനസ്സിലാവാൻ. ഇറ്റ് ഈസ് എ സിൻ. ഇറ്റ് ഈസ് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ് ഈ സാധനം. ഇന്ത്യയിൽ സൊസൈറ്റിയിൽ ഡിവൈഡ് ചെയ്യുന്ന കാര്യമാണ് കാസ്റ്റ്. പുറം രാജ്യങ്ങളിൽ ചിലപ്പോൾ റേസ് ആവാം, ചിലടത്ത് റിലിജൻ ആവാം. ബട്ട് ഹ്യൂമൻ ബീങ്സ് നീഡ് സംതിങ് ടു എന്താ പറയുക, ഇപ്പോൾ ഞാനാണ് ബ്രോ എന്ന് കാണിക്കാൻ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ വേണം.
ഹ്യൂമൻ ബീങ്സ് അൺഫോർച്ചുനേറ്റ്ലി വി ആർ ഡിസൈൻ ദാറ്റ് വേ. പക്ഷെ എന്ന് വെച്ച് ഐഡന്റിറ്റി ശരിക്കും പേരിലൂടെ അല്ലല്ലോ. അല്ല, അല്ല, എക്സാക്ട്ലി. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കർമ്മങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ പ്രവൃത്തികളിലൂടെ നമുക്ക് അതിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഇസ് ഹൗ വി ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. യുനോ, ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ വൈക്കം സത്യാഗ്രഹ നടന്ന സമയത്ത് അതിലത്തെ വൺ ഓഫ് ദ ഫോർമോസ്റ്റ് പീപ്പിൾ വേർ ഇപ്പോൾ ഇന്നത്തെ NSS ഫൗണ്ട് ചെയ്ത അദ്ദേഹമാണ്. അത് എന്താ പറയുക, അത് ഓർഗനൈസ് ചെയ്തതിൽ ഒരു വലിയൊരു പങ്കുണ്ടായിരുന്നു പുള്ളിയുടെയും, റൈറ്റ്? അപ്പോൾ അതൊരു ഒളിച്ചോട്ടമല്ലല്ലോ. യെസ്, ഐ ഡിഡ് ബാഡ് തിങ്സ്, ബട്ട് ഇനി അത് നടക്കാൻ പാടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ അവിടെ പറയുന്നത്. അപ്പോൾ പേര് മാറ്റിയത് കൊണ്ട് നാട് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് ഈ പറഞ്ഞ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ, വിച്ച് ഇസ് ദാറ്റ് ഓൾ ഓഫ് ദിസ് ഇസ് നോൺസെൻസ്, നമ്മളെല്ലാവരും ഈക്വലായിട്ട് കാണണം എന്നുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.